السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي بكر الصديق رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من رجل يذنب ذنبا فيتوضأ فيحسن الوضوء ثم يصلي ركعتين واستغفر الله إلا غفر الله له. റവാഹു അഹ്മദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനുഷ്യന് തെറ്റ് സംഭവിച്ചു പോയാൽ അത് പുറത്തു കിട്ടാൻ തൗബ ചെയ്യുക, അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ നിബന്ധനകളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ഒരിക്കലും അതിലേക്ക് മടങ്ങാത്ത വിധം കുറ്റബോധത്തോടുകൂടി അള്ളാഹുവിനോട് പുറത്തു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പ്രാർത്ഥനക്കാണ് തൗബ എന്ന് പറയാം. അത് മനുഷ്യനോ മറ്റുതര ആളുകളുമായോ ബന്ധപ്പെടുന്ന സാമ്പത്തിക, ശാരീരിക, മാനസികമായ കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഹക്കടപാടുകൾ എന്ന് പറഞ്ഞാൽ വെറും കാശിൻ്റെ കാര്യം മാത്രമാണെന്നുള്ള. അതൊരു പക്ഷെ കൊടുത്താൽ വീടുന്നതായിരിക്കാം. കൊടുത്താൽ വീടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മാനസികമായ ബന്ധത്തിൽ വിള്ളൽ വരുന്നത്. കുടുംബപരമായ വീഴ്ചകളും അബദ്ധങ്ങളുമായി തെറ്റിയും പടങ്ങിയൊക്കെ ഇരിക്കുന്നത്, വ്യക്തിപരമായിട്ടുണ്ടാകുന്നത്. മറ്റൊരാൾ ഏതെങ്കിലും ഒരു കാരണവത്താൽ ഒരു സാമൂഹികമായ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരു 10-30 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷം അല്ലെങ്കിൽ 50 വർഷം ഒരു നാട്ടിൽ ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ആളുകളിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ സംസാരത്തിൽ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ പുറത്തു കിട്ടാൻ ആ വ്യക്തിയോട് തന്നെ അത് നിവർത്തിക്കേണ്ടത്. അതിനാണ് പൊരുത്തപ്പെടിപ്പിക്കുക എന്ന് പറയാം. ആ ഒരു രൂപത്തിൽ മനുഷ്യന്റെ മനസ്സ് വളർന്നില്ല എങ്കിൽ അയാൾ ചെയ്യുന്നത് മുഴുവൻ ഒരു പ്രഹസനം മാത്രമായി മാറും. എന്നാൽ അല്ലാഹുവിനോട് ചെയ്ത അപരാധങ്ങളാണ് എങ്കിൽ അത് നന്നായി അല്ലാഹുവിനോട് തൗബ ചെയ്യുക. ആ തൗബ സ്വീകരിക്കണമെങ്കിൽ പല മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗമാണ് ഈ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്. റസൂലുള്ളാഹി പറയുന്നത് മാമിർ റജുലിൻ, ഒരു മനുഷ്യനും ഇല്ല, യുദ്നിബു ദംബൻ, ഒരു തെറ്റ്, ഒരു കുറ്റം അയാൾ ചെയ്യുന്നു, എന്നിട്ട് എന്നുള്ള വാക്ക് അറബിയിൽ പ്രയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത്, നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ ഗ്രാമർ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടാവും വെൻ, ദെൻ എന്ന് ഉപയോഗിക്കുന്ന ഒരു ശൈലി. എപ്പോഴാണോ അപ്പോൾ. പഴമക്കാരായ ആൾക്കാർക്ക് പറയില്ലേ കടിച്ച ഉടനെ തുടക്കുക എന്നതുപോലെ എപ്പോഴാണോ തെറ്റ് വന്നത് അപ്പോൾ അയാൾ ഒന്ന് എടുക്കുക. കേവലം ഒരു കാട്ടിക്കൂട്ടലായി മാറാൻ പാടില്ല. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ അവയവങ്ങളും കഴുകുക. എന്നാൽ ചില ആളുകളൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ ചില മദ്രസയിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതുപോലെ ഓരോ അവയവവും കഴിയുമ്പോൾ പ്രത്യേകം ദിക്റുകളോ ഔറാദുകളോ ഒന്നുമില്ല. ഒന്നിനു ശേഷമുള്ള ദുആ അല്ലാതെ റസൂലുള്ളാഹി അതിൻ്റെ ഇടയിലുള്ള ദുആയോ അല്ലെങ്കിൽ അതിന് തുടക്കത്തിലുള്ള ദുആയോ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒന്നു ചെയ്യുന്നു. എങ്ങനെ? നന്നാക്കി ഒന്നു ചെയ്യാം. കൈയിന്റെ മുട്ടുകൾ, താടിയുടെ ഇടയിലുള്ള രോമങ്ങൾ, ഇങ്ങനെ തുടങ്ങി കാലിന്റെ വിരലിന്റെ ഇടയിൽ. എന്നാൽ പിന്നെ അതൊരു ഏർപ്പാടാക്കി വസ്വാസാക്കി ഇരിക്കാനും പാടില്ല. അങ്ങനെ പൂർണ്ണമായി ഉളൂ ചെയ്തു സുമ്മ യുസ്വല്ലി, എന്നിട്ട് അയാൾ നിസ്കരിക്കുന്നു. റക്അത്തൈനി, 2 റക്അത്ത് നിസ്കാരം. അപ്പൊ എന്തിനാണ് നിസ്കാരം? അതിന്റെ നിയ്യത്ത് എന്താ? അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. സാധാരണഗതിയിലുള്ള സുന്നത്തല്ല, പള്ളി കയറിയുള്ള തഹയ്യത്തല്ല, ഫർദ് നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പോ ശേഷമോ ഉള്ളതല്ല, മറ്റു ളുഹാ നിസ്കാരമല്ല, തഹയ്യത്തല്ല, ഖിയാമുൽ ലൈലല്ല, തഹജ്ജുദല്ല, വിത്റല്ല, അതൊന്നുമല്ല 2 റക്അത്ത് നിസ്കാരം. എന്തുകൊണ്ടാണ്? ഈ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന മനസ്താപത്തിൽ നിന്ന് ഉടലെടുത്ത തൗബയുടെ മാർഗമായിട്ട് ഒരാൾ ഉളൂ ചെയ്തു. സുമ്മ യുസല്ലി റക്അത്തൈനി, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. വസ്തഗ്ഫറ, എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞതോ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ അതിൽ 82-ാമത്തെ ആയത്തിൽ പറയാ വഇന്നി ലഗഫാറുൻ ലിമൻ താബ, തീർച്ചയായും തൗബ ചെയ്യുന്നവന് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും.
പിന്നെ എങ്ങനെയാ സഹോദരന്മാരൊരു മനുഷ്യന് ഇത്രയൊക്കെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നാൽ അത് പൊറുക്കലിനെ തേടാതെ മരിച്ച് ആ തെറ്റുമായിട്ട് പോകാൻ കഴിയുക? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ അരികിലേക്ക് തൗബ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ തൗബ അള്ളാഹു തട്ടിക്കളയുകയില്ല, ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. ഉയർത്തിയ കയ്യിൽ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാതെ അള്ളാഹു അതിനെ നിർദാക്ഷിണ്യം തള്ളിക്കളയുകയില്ല. അള്ളാഹു ലജ്ജിക്കുന്നവനും മാന്യനുമാണ് അവന്റെ അരികിലേക്ക് ഉയർത്തിയ കൈകളെ അപേക്ഷിച്ചാൽ ആ അപേക്ഷകളെ നിരുപാധികം തള്ളി ഉപേക്ഷിക്കുന്നവൻ അല്ല അള്ളാഹ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അവനെ കണ്ടുമുട്ടാൻ കഴിയും. കാരണം അള്ളാഹുവിനും അവന്റെ അടിമകൾക്കും ഇടയിലുള്ള മറ തെറ്റുകുറ്റങ്ങളാണ്. ആ മറ പൊളിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്നു. ഇരു ലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ളവർ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ ദൈനംദിന കാര്യങ്ങളും ദിക്റുകളും മൗറാദുകളും ഇബാദത്തുകളും മുടങ്ങാതെ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോട് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ് സാലികളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.